RSSനെ നിരോധിക്കണമെന്നുള്ള ഒരു ആവശ്യം പ്രിയങ്ക ഖാർഗെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിയങ്ക ഖാർഗെ കൊണ്ടുവന്നതല്ല, പ്രിയങ്ക ഖാർഗെ ഇപ്പൊ കൊണ്ടുവന്നതാണ്. ഈ RSSനെ നിരോധിക്കേണ്ടത് ആരുടെയൊക്കെയോ ചിലരുടെ പ്രത്യേക അജണ്ടയാണ് എന്നുള്ളതാണ് എനിക്ക് പലതും വായിച്ചതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇതിനു മുമ്പും RSS നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന് പിന്നിൽ ചില കളികൾ കൂടി നടന്നിട്ടുണ്ട്. അത് പക്ഷെ ചരിത്രം കൃത്യമായ രീതിയിൽ ആളുകളിലേക്ക് എത്താത്തത് കൊണ്ട് RSSനെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയായിട്ട് മാത്രം ആളുകൾ നോക്കിക്കാണുന്നു. RSSനെ നിരോധിക്കേണ്ടതിന്റെ ആവശ്യം ഇപ്പോഴെന്താണ്? എപ്പോഴൊക്കെയാണ് RSS നിരോധിക്കപ്പെട്ടിട്ടുള്ളത്? അതിന് പിന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ എന്താണ്? അതിനകത്ത് ഇപ്പൊ പ്രിയങ്ക ഖാർഗെ എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് മല്ലികാർജുൻ ഖാർഗെക്കൊക്കെ എന്ത് മണ്ടത്തിനും വേണമെങ്കിലും പറയാം. അതിന് കാരണം ഇനിയെങ്കില് ഇവര് പലരും കോൺഗ്രസിന്റെ അധ്യക്ഷനായതും ഇതേപോലെ തന്നെ ഇയാളൊക്കെ മന്ത്രിയൊക്കെ ആയതും സ്വന്തം കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല. ഇതെല്ലാം ഒരു ഡൈനാസ്റ്റിയുടെ ഔദാര്യത്തിന്റെ പുറത്താണ്. നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിന്റെ പുറത്താണ് മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. സമാനമായിട്ടുള്ള രീതിയിലാണ് ഇയാളും അവിടെ മന്ത്രിയായിട്ടുള്ളത്. അപ്പൊ അതിന്റെ പേരില് സ്വന്തം യജമാനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്, തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം മണ്ടത്തരങ്ങൾ പറയാം അതെല്ലാം പറയുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ RSSനെ നിരോധിച്ചത് ആദ്യമായിട്ടൊന്നുമില്ല. RSSനെ നിരോധിച്ചത് എന്റെ ഓർമ്മയിൽ 4 പ്രാവശ്യം നിരോധിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് RSSനെ നിരോധിക്കുന്ന 1931 അത് ബ്രിട്ടീഷ് സർക്കാർ നിരോധിക്കുന്നത്. അത് മഹാരാഷ്ട്ര സംസ്ഥാനത്തെ നിരോധിക്കുന്നത്, പ്രത്യേകിച്ച് നാഗ്പൂർ ഏരിയയിലാണ് നിരോധിക്കുന്നത്. അതിന് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അനുകൂലമായിട്ട് RSS നിലപാട് സ്വീകരിച്ചു എന്നും RSSന്റെ അധ്യക്ഷനായിരുന്ന കേശവ് ബൽറാം ഹെഡ്ഗേവാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള വനസമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ പോലീസ് അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്യുന്നു. അതിന്റെ പേരിലാണ് ആദ്യത്തെ നിരോധനം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസക്കാലം കഴിഞ്ഞതിന് ശേഷം ആ നിരോധനം തെറ്റാന്ന് ബോധ്യം വന്ന സമയത്ത് സർക്കാർ വിട്ടുപോയിരുന്നു. രണ്ടാമത് നിരോധിക്കുന്ന സമയമുണ്ട്. അത് 1948 മഹാത്മാഗാന്ധിയുടെ വധത്തോട് അനുബന്ധിച്ചാണ്. ആ മഹാത്മാഗാന്ധിയുടെ വധത്തോടനുബന്ധിച്ച് കേസിലെ പ്രതിയെ, അന്ന് മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെടുന്നത് 1948 ജാനുവരി മാസം 30 വൈകുന്നേരം 4:30 മണിക്കാണ്. കേസിലെ പ്രതിയെ തീരുമാനിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അങ്ങനെ പ്രതിയെ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞ RSS ആണ്, അതുകൊണ്ട് ഞങ്ങൾ RSSനെ നിരോധിക്കുകയാണ്. എനിക്ക് നെഹ്റു കുടുംബത്തിൽ സ്വബോധമുള്ളവരുടെ എണ്ണം വളരെ കുറവാണ് എനിക്ക് നന്നായിട്ട് അറിയാം. വിവരമുള്ളവരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അച്ഛൻ മകൾക്കയച്ച കത്തുകൾ അടക്കം ഈ കത്ത് ആര് തയ്യാറാക്കിയാണെന്നുള്ളവരും എനിക്ക് ബലമായിട്ടുള്ള സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അടക്കം ഈ പറയുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൃത്യമായിട്ടുള്ള താല്പര്യ സംരക്ഷണാർത്ഥം പ്രയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളാണ് RSSനെതിരായിട്ടുള്ള ആരോപണം. എനിക്ക് അതിൽ മനസ്സിലാവാത്തൊരു വസ്തുത, RSSനെ നിരോധിച്ചു, ആയിക്കോട്ടെ, മഹാത്മാഗാന്ധിയെ കൊന്നതാരാണ്? ഇവര് പറയുന്നു നാഥുറാം വിനായ് ഗോഡ്സെയാണ്. അതും സമ്മതിക്കാം. നാഥുറാം വിനായ് ഗോഡ്സെ ആദ്യത്തെ പരിശ്രമമായിരുന്നോ? 4ാമത്തെ പരിശ്രമമായിരുന്നില്ലേ? ആദ്യത്തെ പരിശ്രമം എന്നുണ്ടായത് 1934 ജൂലൈ മാസം 27 പൂനെയിൽ വെച്ചിട്ട്, രണ്ടാമത് 1942, മൂന്നാമത്തെ 1948 ജാനുവരി മാസം 20 ഇതേ ബിർള മന്ദിരത്തിൽ വെച്ചിട്ട് തന്നെ. അതേ സ്ഥലത്തിന്റെ 10 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും നാഥുറാം വിനായ് ഗോഡ്സെക്ക് വധിക്കാൻ പറ്റുന്നു. ആ സ്ഥലത്ത് ആരാണ് നാഥുറാം വിനായ് ഗോഡ്സെക്ക് മുറിയെടുത്തു കൊടുത്ത ആരാണ്? നാഥുറാം വിനായ് ഗോഡ്സെ 3 മുറികൾ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ ജാനുവരി മാസം 30 ആ ജാനുവരി മാസം 30 മുറി ബുക്ക് ചെയ്തിട്ട് അവിടെ താമസിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് സൗകര്യം ഒരുക്കി കൊടുത്തതില് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പങ്ക് വെളിപ്പെടുത്തേണ്ടതാണ്. അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട് എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാർ വേറൊരു കാര്യം കൂടി ചെയ്തു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകള് ഈ പ്രസ്ഥാനം നിരോധിക്കപ്പെടുന്ന പ്രസ്ഥാനം എങ്ങനെയാണെങ്കിൽ, നാഥുറാം വിനായ് ഗോഡ്സെ ഏത് പ്രസ്ഥാനത്തിന് അംഗമായിരുന്നു? ഹിന്ദു മഹാസഭയിലാണ്. ആ ഹിന്ദു മഹാസഭയെ നിരോധിച്ചോ? നിരോധിച്ചില്ലല്ലോ. ഇല്ലാന്ന് മാത്രമല്ല, അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയാണ്. ആ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി എന്താ ചെയ്തത്? അദ്ദേഹത്തെ അവിടെ കൽക്കട്ട ഹൈക്കോടതിയിൽ ജഡ്ജിയാക്കി 18 മാസക്കാലത്തോളം. ആ 18 മാസം കാലം കഴിഞ്ഞ സമയത്ത് 1952 അദ്ദേഹത്തെ ഹുബ്ലി നിയോജകമണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ച്, കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മത്സരിപ്പിച്ചിട്ട് നെഹ്റു അദ്ദേഹത്തെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നു. 57 മത്സരിച്ചു, തോറ്റുപോയി. 62 മത്സരിച്ച് ജയിച്ചു. 67 മത്സരിച്ച് ജയിച്ച് 71 അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള സോമനാഥ് ചാറ്റർജി, പിൽക്കാലത്ത് അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായി. അയാളാണ് പണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരന്റെ കൂടെ കൂടിയിട്ട് മറ്റേ അമേരിക്കൻ
ഇതിന്റെ ആണവ നിയന്ത്രണ കരാറിനെതിരായിട്ട് അമേരിക്കയ്ക്ക് എതിരായിക്കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ചില നടപടിയൊക്കെ സ്വീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഇടതുപക്ഷ നിലപാടിന് വിരുദ്ധമായിക്കൊണ്ട് കോൺഗ്രസിന്റെ കൂടെ നിന്ന ആള് സോമനാഥ് ചാറ്റർജിയാണ്. എന്ന് വെച്ചാൽ അയാൾക്ക് പഴയ ഒരു കോൺഗ്രസ് ബന്ധമുണ്ട്. അയാളുടെ അച്ഛന് കോൺഗ്രസ് ബന്ധമുണ്ട്. ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്നു. അയാൾ ആദ്യം കോൺഗ്രസ് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്നു. മഹാത്മാഗാന്ധി വധിച്ചു ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെച്ചു. പിന്നെ തുടങ്ങിയിട്ടായാലും വീണ്ടും 1952 വീണ്ടും അതേ ചാർജ് എടുത്തു, ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായി. അപ്പൊ എനിക്ക് മനസ്സിലാവാത്ത വസ്തുത, നാഥുറാം വിനായ് ഗോഡ്സെ കോൺഗ്രസ് ഹിന്ദു മഹാസഭയുടെ അംഗമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് നിരോധിക്കാതിരുന്നത്? അതുപോട്ടെ, നെഹ്റുവിന്റെ കഥ അതാണെന്ന് വിചാരിക്കാം. 1975 ശ്രീമതി ഇന്ദിരാഗാന്ധി ജൂലൈ മാസം 24-ാം തീയതി RSS നിരോധിക്കുന്നുണ്ട്. RSS നിരോധിച്ച് ഇപ്പോൾ ശരിയാക്കുന്ന പറഞ്ഞത്. സംഭവിച്ചത് 18 മാസക്കാലം കൊണ്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ട് അവർക്ക് ബോധ്യം വന്നു, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തണം, ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരണം. ഇന്ത്യയിൽ 1,75,000 വരുന്ന RSSുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ കൊച്ചു കേരളത്തിൽ നിന്ന് 7,500 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. RSSുമായിട്ട് ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്തു. അത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? നിരോധിക്കപ്പെട്ട പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് ചെയ്യുന്ന പോലെ ഒന്നുമല്ല RSS ചെയ്തത്. RSS അതിശക്തമായിട്ട് ഈ വിഷയം പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ജനങ്ങളോട് പറഞ്ഞു, ഈ നിരോധനം കാപട്യമാണ്, ഇത് കളവാണ്, ഇതിൽ സത്യസന്ധതയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരായിട്ട് നിരന്തരമായിട്ടുള്ള സമരത്തിന് തയ്യാറാവുകയാണ്. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് RSSനെ നിരോധിച്ച സമയത്ത് RSSന്റെ നേതൃത്വത്തില് 1975 നവംബർ മാസം 14 തുടങ്ങിയിട്ട് ജാനുവരി മാസം 14 വരെയുള്ള 60 ദിവസക്കാലം കൊണ്ട് കേരളത്തിലുള്ള എല്ലാ ഗ്രാമങ്ങളും നടത്തിയ സമരം, ഞാൻ ആ സമരത്തിൽ പങ്കെടുത്ത ആളാ. 18 വയസ്സ് പ്രായമാണ് ആ സമയത്ത്. 18 വയസ്സ് പ്രായമുള്ള സമയത്ത് എന്നെ പോലുള്ള നിരവധി ചെറുപ്പക്കാർ ആ സമയത്ത് സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് കേരളത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് RSS നിരോധനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയിരിക്കുന്ന ആളുകളുടെ ആവറേജ് പ്രായം 7,500 പേരുടെ ആവറേജ് പ്രായം 21 വയസ്സാണ്. എന്ന് വെച്ചാൽ കേരളത്തിന്റെ യുവജനങ്ങളാണ് അന്ന് സമരരംഗത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെയാണ് സമരം നടത്തിയത്. 3ാമത് നിരോധിച്ചല്ലോ. അയോധ്യയിൽ വിവാദ മന്ദിരം തകർക്കപ്പെട്ട സമയത്ത്, കാരണം അന്നത്തെ നരസിംഹറാവിന് പ്രധാനപ്പെട്ടത് ശ്രീരാമചന്ദ്രനായിരുന്നില്ല. അത് കോൺഗ്രസ്സുകാരന് ഒരിക്കലും ആയിട്ടില്ല. കാരണം കോൺഗ്രസ്സുകാരന് ഭാരതീയമായിരിക്കുന്ന ഹൈന്ദവമായിരിക്കുന്ന മാനബന്ധുക്കളോട് പരമപുച്ഛമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തന്നെയാ ഇവർക്ക് രണ്ടുപേർക്ക് ഇടതുപക്ഷ മനസ്സാവുള്ളത്. ഈ ഇടതുപക്ഷ മനസ്സിന് ഇവിടെയുള്ള ഭാരതീയമായിരിക്കുന്ന മാനബന്ധുക്കളോട് പുച്ഛമാണ്. അതിന്റെ പേരില് ബാബറുടെ സ്മാരകം വേണം. ആരെ ബാബർ എന്ന് പറഞ്ഞാരാ? ബാബർ എന്ന് പറഞ്ഞാൽ അക്രമിയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. തൈമൂർ വംശജനാണ്. ഈ തൈമൂർ വംശത്തിന്റെ പാരമ്പര്യം എന്താ ഉള്ളത്? തൈമൂർ വംശത്തിന്റെ പാരമ്പര്യം പറയുന്നത് മരിച്ച മനുഷ്യന്റെ തലയോട്ടിയില് അതിൽ വെച്ച് മദ്യം സേവിക്കുന്നവരാണ് ബാബർ. ഇയാൾ മുസ്ലിമാണെന്നാ പറയാ. ഇയാൾ മദ്യം സേവിക്കുന്ന ആളല്ലേ ബാബർ? ചരിത്രത്തിലുണ്ടല്ലോ, ചരിത്ര രേഖകൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള മദ്യപാനിയായിരിക്കുന്ന ബാബർ ശ്രീരാമക്ഷേത്രത്തിന്റെ അയോധ്യയിലേക്ക് കടന്നു ചെന്ന് ശ്രീരാമക്ഷേത്രം പിടിച്ചടക്കി അത് നശിപ്പിച്ച സമയത്ത് അതിനെ തിരിച്ചു പിടിക്കേണ്ട ബാധ്യത ഇന്ത്യയിലെ ഹൈന്ദവ ജനങ്ങളുടെ പാരമ്പര്യമാണ്. അങ്ങനെ ആക്രമിക്കപ്പെട്ട സ്ഥലം തിരിച്ചു പിടിക്കുക എന്നുള്ളത്. അങ്ങനെ തിരിച്ചു പിടിക്കപ്പെട്ട സമയത്ത് അതിന്റെ പേരിൽ RSSനെ നിരോധിച്ചു. എന്താ സംഭവം ഉണ്ടായത്? അന്വേഷണ കമ്മീഷനെ വെച്ചല്ലോ. എന്താ അന്വേഷണ കമ്മീഷൻ പറഞ്ഞത്? RSSന് ഇതിൽ യാതൊരു പങ്കുമില്ല. RSS ഈ നാടിന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രസ്ഥാനമാണ്. മോർവിയിൽ അണക്കെട്ടുകൾ പൊട്ടിയ സമയത്ത്, അല്ലെങ്കിൽ ആന്ധ്രയിൽ ചുഴലി കൊടുങ്കാറ്റുണ്ടായ സമയത്ത്, കേരളത്തിൽ പെരുമൺ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ കേരളത്തിൽ 2018 ആസൂത്രിതമായിട്ടുള്ള കേരളത്തിന്റെ പിണറായി വിജയൻ സർക്കാർ MM മണി അഴിച്ചുവിട്ടുള്ള 44 നദികൾ ഒന്നിച്ച് 80ഓളം അണക്കെട്ടുകൾ ഒരേ സമയത്ത് തുറന്നുവിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കിയല്ലോ. ഈ സമയത്തെല്ലാം ജനങ്ങളെ രക്ഷിക്കാനുണ്ടായത് അത് RSS സേവാഭാരതിയാണ്. ഈ പ്രസ്ഥാനമാണ് RSS. ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ജനങ്ങളുടെ വീടുകളിലേക്ക് നിന്ന പ്രസ്ഥാനമാണ്. ജനങ്ങളെ മനസ്സിലാക്കുന്ന പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ 100ാം വർഷത്തിലാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിന് പ്രിയങ്കാർഗയ്ക്ക് തോന്നുന്നു RSSനെ നിരോധിക്കണമെന്ന്. ഈ കഥയൊക്കെ പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. എന്ത് മണ്ടത്തരം വേണമെങ്കിലും ആർക്കെങ്കിലും വിളിച്ചു പറയാം. ഈ മണ്ടത്തരങ്ങളൊക്കെ കേൾക്കാനായിട്ട് ജനങ്ങൾ ബാധ്യസ്ഥമാണ്. അത് മന്ത്രി എന്നുള്ളൊരു ചെല്ലപ്പേര് കൂടി അദ്ദേഹത്തിനുള്ളതിന്റെ പേരിൽ അതുകൂടി അദ്ദേഹത്തിന് പറയാം. പക്ഷേ വസ്തുത മനസ്സിലാക്കുന്നത്
സോണിയാഗാന്ധി മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നെഹ്റു കുടുംബത്തിലെ നെഹ്റു വിചാരിച്ചിട്ട് നടക്കാത്തത്, ഇന്ദിരാഗാന്ധി വിചാരിച്ചിട്ട് നടക്കാത്തത്, നരസിംഹറാവ് വിചാരിച്ചിട്ട് നടക്കാത്തത് അങ്ങനെയുള്ള നിരോധനമാണ്. നിങ്ങളുടെ എല്ലാം മുതുമുത്തച്ഛനായിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ പാരമ്പര്യമുള്ള ബ്രിട്ടീഷുകാര് 930 വിചാരിച്ച് 30-31 വിചാരിച്ചിട്ട് നടക്കാത്തതാണ് RSSന്റെ നിരോധനം. കാരണം RSS ഇന്ത്യയിലെ ജനമനസ്സുകളിലേക്ക് അങ്ങനെ ഇറങ്ങിച്ചെന്നിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. ആ തരത്തിൽ എല്ലാ ജൽപ്പനങ്ങൾക്കും നിങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷെ ഒന്നുണ്ട്, വസ്തുത RSS ജീവിക്കുന്നത് ഇവിടെ സാധാരണ ജനങ്ങളുടെ മനസ്സിലാണ്. ഈ മനസ്സിൽ നിന്ന് ഇതിനെ ഇളക്കിപ്പറിച്ചു കളയാൻ ഇവിടുത്തെ ഒരു അധികാരവർഗത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന പാഠം. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.